Hey all, welcome back to Cinema's Vlogs. Happy Mother's Day to all my dear mothers. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ പോകുന്നത് ഒരു ഹെൽത്തി ക്വിക്ക് ഈസി ഡയറ്റ് റെസിപ്പിയാണ്. ഇതൊരു ഓട്ട് മിൽക്ക് അല്ലെങ്കിൽ ഓട്ട് മീൽ എന്ന് പറയാം. ഇത് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഈവനിങ് ഡിന്നറിന് കഴിക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. നമുക്ക് എങ്ങനെ ഇത് തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഒരു ബൗളിൽ 3 ടേബിൾ സ്പൂൺ ഓട്സ് ഇട്ട് കൊടുക്കുക. ഇത് റോൾഡ് ഓട്സ് ആണ്. ഇത് ഹീറ്റപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇത് ജസ്റ്റ് വാട്ടറിലോ അല്ലെങ്കിൽ വെള്ളത്തിൽ സോക്ക് ചെയ്യുമ്പോഴത്തേക്ക് സോഫ്റ്റായിട്ട് കിട്ടും. ആൻഡ് നെക്സ്റ്റ് ഇതിൻ്റെ അകത്ത് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഡേറ്റ്സ്, നട്ട്സ് ആൻഡ് സീഡ്സ് ആണ്. ഞാൻ അത്യാവശ്യം എല്ലാ തരം സീഡ്സ് എടുത്തിട്ടുണ്ട്. വാട്ടർമെലൺ സീഡ്സ്, പംകിൻ സീഡ്സ്, ചിയ സീഡ്സ്, ഫ്ലേക്ക് സീഡ്സ്, സൺഫ്ലവർ സീഡ്, ഇതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നട്ട്സിൽ 2 ആൽമണ്ട്സും 2 വാൾനട്ട്സും ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ 2 ഡേറ്റ്സും ആണ് ഇതിൻ്റെ അകത്ത് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. ഡേറ്റ്സ് ഞാൻ നല്ലോണം കുരുവൊക്കെ കളഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. ആൻഡ് നട്ട്സൊക്കെ ഞാൻ നല്ലോണം ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് ഇതിൻ്റെ അകത്ത് ചിയ സീഡ്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ചിയ സീഡ്സ് ആഡ് ചെയ്യുമ്പോഴത്തേക്കും 3 hours എങ്കിലും വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് വേണം ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ 1/2 ടീസ്പൂൺ പ്രോട്ടീൻ പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. പകരം നിങ്ങൾക്ക് കൊക്കോ പൗഡർ അല്ലെങ്കിൽ ഏതെങ്കിലും തരം ചോക്ലേറ്റ് പൗഡർ യൂസ് ചെയ്യാം. നല്ല തരം ചോക്ലേറ്റ് പൗഡർ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ ഹണി ഡ്രിസിൽ ചെയ്തിട്ടുണ്ട്. 1 സ്പൂൺ ഹണി അതിൻ്റെ അകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് സ്വീറ്റ്നെസ്സിന് വേണ്ടി. പിന്നെ 1 കപ്പ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് വിടുക. നെക്സ്റ്റ് 5 to 10 minutes ഞാൻ ഇതിനെ സോക്ക് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് ഈ മിൽക്ക് കിട്ടിയത്. ഇതിൻ്റെ അകത്തുള്ള ഓട്സും ഇതിൻ്റെ അകത്തുള്ള നട്ട്സും ഒക്കെ നല്ല രീതിക്ക് സോക്ക് ചെയ്തിട്ട് നല്ലൊരു കൺസിസ്റ്റൻസിയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ അകത്തൊരു ബനാന ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ഫ്രൂട്ട്സ്, പിയേഴ്സ്, ആപ്പിൾ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഓട്ട് മിൽക്ക് അല്ലെങ്കിൽ ഓട്ട് മീൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ടുള്ള സിമ്പിൾ ഹെൽത്തി റെസിപ്പിയാണ്. വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഡയറ്റൊക്കെ എടുക്കുന്നവർക്ക് ഒരു നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ട്രൈസ് ഇൻ ദ വീക്ക് ഓർ ട്വൈസ് ഇൻ ദ വീക്ക് ഇതെടുക്കാം. സോ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു ഫോർ വാച്ചിങ്.